ഹായ് ഫ്രണ്ട്സ്, ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരല്ലേ ഉള്ളത്? അപ്പോൾ നമുക്കിന്ന് നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റും എടുക്കാം. പിന്നെ ആവശ്യമുള്ളത് ബട്ടർ, പൗഡേർഡ് ഷുഗർ, മൈദ, കൊക്കോ പൗഡർ, കോഴിമുട്ട, വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പും പിന്നെ ചോക്ലേറ്റിൻ്റെ ചെറിയ ചെറിയ പീസസും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് പൗഡേർഡ് ഷുഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദയും കൊക്കോ പൗഡറും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചോക്കോ ചിപ്സും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പീസസും നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കാം. പാനിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രൗണി മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക്. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കടായിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ കടായി ആദ്യം ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് പാന് കടായിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് കവർ ചെയ്തിട്ടൊരു 25 to 30 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തിട്ട് ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ചോക്കോ ചിപ്സൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.